മുഖ്യമന്ത്രി ഉടൻ പ്രഖ്യാപിക്കുമെന്ന ഈ വാർത്ത പുറത്തു വന്നതോടുകൂടി വളരെ ഉദ്യോഗജനകമായ മണിക്കൂറുകളിലൂടെയാണ് ഇന്നത്തെ ഈ ഒരു പകൽ രാഷ്ട്രീയ കേരളം കടന്നുപോയത്. നമുക്കറിയാം, KPCC ആസ്ഥാനത്തും നേതാക്കന്മാരുടെ വീടുകളിലുമെല്ലാം കണ്ടത് അണികളുടെ വലിയ രീതിയിലുള്ള ഒരു ഒഴുക്ക് പ്രവാഹമായിരുന്നു. പക്ഷേ ഈ പ്രതിഷേധം, പ്രകടനം ഇതെല്ലാം കണക്കിലെടുത്ത് പ്രത്യേക സുരക്ഷയടക്കം എല്ലായിടത്തും പോലീസ് ഏർപ്പെടുത്തിയിരുന്നു. തിരഞ്ഞെടുപ്പ് ഫലം വന്ന മെയ് 4 ശേഷം കണ്ട ഏറ്റവും ആകാംക്ഷയുടെ നിമിഷങ്ങളായിരുന്നു ഇന്ന് പകൽ സംസ്ഥാനത്ത് കോൺഗ്രസ് കേന്ദ്രങ്ങളിലുണ്ടായത്. തങ്ങളുടെ മുഖ്യമന്ത്രിയെ അറിയാൻ ആവേശത്തോടെ കാത്തിരുന്നു. രാവിലെയോടെ പ്രഖ്യാപനം ഉണ്ടാകുമെന്നായിരുന്നു കരുതിയത്. ഒടുവിൽ ഉച്ചയോടെയെന്ന് പ്രതീക്ഷിച്ചു. മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും തമ്മിലെ കൂടിക്കാഴ്ച വൈകിട്ട് 5:30 അറിഞ്ഞതോടെ കാത്തിരിപ്പായി. ഇന്ദിരാഭവന് മുന്നിൽ പ്രവർത്തകർ തടിച്ചുകൂടി. വാർത്ത അറിഞ്ഞാലുടൻ ആഘോഷിക്കാൻ തയ്യാറായി നിന്നു. പ്രത്യേക സുരക്ഷയും ഏർപ്പെടുത്തി. കൈക്കുഞ്ഞുമായി എത്തിയവരുമുണ്ടായിരുന്നു. മനസ്സിലൊരാളുണ്ട്, അതുപോലെ തന്നെ പ്രതീക്ഷ പോലെ തന്നെ വരട്ടെ എന്ന് ആഗ്രഹമുണ്ട്. തീർച്ചയായിട്ടും കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ ഭാഗത്ത് നിന്ന് വരുന്ന ഏതൊരു തീരുമാനം അച്ചടക്കമുള്ള ഒരു പാർട്ടി പ്രവർത്തനം എന്നുള്ള രീതിയിൽ ഞങ്ങൾ അംഗീകരിക്കാൻ തയ്യാറാണ്. ആ തീരുമാനമായിട്ട് മുന്നോട്ട് പോകും. പിന്നെ കണ്ടത് VD സതീശന്റെ എറണാകുളത്തെ വീട്ടിൽ അനുയായികളും അണികളും പ്രവഹിച്ചു. എല്ലാവരും ടെലിവിഷന് മുന്നിൽ ജിജ്ഞാസയോടെ നോക്കി നിന്നു. VD സതീശൻ കേരളത്തിന്റെ അടുത്ത മുഖ്യമന്ത്രിയാണ്, അതാണ് പ്രതീക്ഷ. കഴിഞ്ഞ ബൈ ഇലക്ഷൻ മുതൽ ഈ സംവിധാനത്തെ UDF മുന്നോട്ട് നയിക്കുന്നത് VD സതീശനാണ്. അപ്പോൾ അദ്ദേഹത്തിന് അനുകൂലമായ നിലപാട് കേന്ദ്രം എടുക്കും എന്നുള്ളതാണ് ഞങ്ങളുടെ വിശ്വാസം. രമേശ് ചെന്നിത്തലയുടെ തിരുവനന്തപുരത്ത് വഴുതക്കാടുള്ള വസതിയിലും അനുയായികൾ ഒത്തുകൂടി. ആലപ്പുഴയിൽ KC വേണുഗോപാലിന്റെ വീട്ടിലും സമാന സാഹചര്യം. ഒടുവിൽ പ്രഖ്യാപനം നാളെ എന്നറിഞ്ഞതോടെ നിരാശ. പ്രവർത്തകർ KPCC ആസ്ഥാനത്ത് നിന്നും മടങ്ങി. അതേസമയം 3 നേതാക്കന്മാരുടെ വസതിക്ക് മുന്നിലും ഇന്ദിരാഭവനിലും മുന്നിലെയും സുരക്ഷ പിൻവലിച്ചിട്ടില്ല. പ്രതിഷേധവും പ്രകടനവും കണക്കിലെടുത്താണ് പ്രത്യേക സുരക്ഷ ഒരുക്കിയിട്ടുള്ളത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം.